വെൽക്കം ടു ഡീൽസ് വിത്ത് ജി കെ. തിരുവനന്തപുരത്തെ വെള്ളായണിയിൽ തന്നെയുള്ള മറ്റൊരു വീടാണ് ഇന്ന് ഡീൽസ് വിത്ത് ജി കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചില ആളുകൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, വലിയൊരു വീടും ഒരുപാട് പറമ്പും പരിസരവും ഒക്കെ ഉള്ള ഒരു നല്ലൊരു വീട് നമ്മുടെ കൺസെപ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വീടാണ്. 10 സെന്റ് സ്ഥലത്ത് 2750 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഭവനം. 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഫാമിലി ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും അല്ല ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി ആണെങ്കിലും എല്ലാവരെയും നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിപ്പമുള്ള നല്ലൊരു വീടാണ് ഇന്ന് ഡീൽസ് വിത്ത് ജി കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടാലോ അകത്തെ കാഴ്ചകളൊക്കെ. 10 സെന്റ് സ്ഥലത്ത് പൂർണ്ണമായും ചുടുകല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട്. ഈ വീടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഞാൻ പറയുവാണെങ്കിൽ 10 സെന്റ് സ്ഥലം നല്ല രീതിയിലാണ്, ആ ഒരു സ്പേസ് നല്ല രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. വീട് ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗവും വീടിന്റെ സ്ഥലമല്ലാണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നല്ല രീതിയിലാണ് അവർ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. മുറ്റമാണെങ്കിലും നമുക്കൊരു 3-4 കാറുകൾ നല്ല സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സൈഡ്, ഈ വീടിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കാനും ചെറിയ രീതിയിൽ ഒരു കൃഷി ചെയ്യാനും ഒക്കെ ഒരു നല്ല സ്ഥലം വിട്ടിട്ടുണ്ട്. എല്ലാ ഫ്ലോറും ഇന്റർലോക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വീട് കിഴക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സൂര്യഭഗവാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഉദിച്ചു വരുന്നത് നമുക്ക് ഈ ഒരു വീടിന്റെ മുറ്റത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വീടിന്റെ ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു കാഴ്ചയായിരിക്കും അത്. അകത്തെ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഒബ്വിയസ്ലി നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആദ്യം വന്ന് നമ്മളെ വെൽക്കം ചെയ്തിരുത്തുന്നത് നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിലേക്കായിരിക്കും. നമുക്കൊരു TV യൂണിറ്റ് കാണാം. TV യൂണിറ്റ് നമുക്കിപ്പോൾ സ്റ്റാൻഡ് വെക്കുന്ന TV ആണെങ്കിലും അല്ല വാൾ മൗണ്ട് ആണെങ്കിലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫോൾ സീലിംഗ് വരുന്നുണ്ട്. അതിലും ഫോൾ സീലിംഗിലും ഒരു ചെറിയ വുഡൻ ഫിനിഷ് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ട് നമ്മുടെ ഒരു വാൾ കംപ്ലീറ്റ്ലി ഒരു ഷോക്കേസ് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. ഷോക്കേസ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്ന പോലെ തന്നെയാണ് ഈ ഒരു വാൾ മൊത്തത്തിൽ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷോക്കേസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ കാണും ഒരു വീട്ടിൽ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും പറ്റിയ നല്ലൊരു ഏരിയ ആണ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടീഷൻ കാണാം, വുഡൻ പാർട്ടീഷൻ. ഈ കളറുകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനുമാണ് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് ചെയ്തെടുക്കാം. ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കളർ ഓക്കെയാണ്. എനിക്ക് എന്തായാലും പേഴ്സണലി ഈ ഒരു കളർ കോമ്പിനേഷൻ ഇവിടെ വന്നത് നല്ല രസമായിട്ടാണ് തോന്നുന്നത്. ഒരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു കളർ കോമ്പിനേഷനിലൂടെ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഹാളിന്റെ ഇവിടെ നിന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ ആണിത്. ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു പ്രൈവസി കിട്ടുന്ന പോലത്തെ നല്ലൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഹാളിൽ നിന്ന് അല്ലെങ്കിൽ ലിവിങ് സ്പേസിൽ നിന്നും നമ്മുടെ ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും ഒക്കെ കടക്കുന്ന ഒരു എൻട്രൻസ് പോർഷൻ, ഒരു എൻട്രൻസ് ഏരിയ പോലെ തന്നെ കൺവേർട്ട് ചെയ്തേക്കാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നമുക്കൊരു വാഷ് ഏരിയ കാണാം. അതുപോലെ തന്നെ നമുക്ക് വാഷ് ഏരിയയിൽ തന്നെ നമുക്ക് നല്ല വലിയൊരു മിററാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു കബോർഡാണ്. ക്രോക്കറി ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കബോർഡാണ്. പിന്നെ നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിലത്തെ വാഷ് ബേസിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ടാണ് അവരെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കോർണറിലാണ് ഈ ഒരു വാഷ് ഏരിയ വരുന്നത്. ജാഗ്വറിന്റെ വൈറ്റ് കളർ ഉള്ളൊരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടൊരു ഹാൻഡ് വാഷ് ട്രേയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്ത് ഒരു പാർട്ടീഷൻ ഉണ്ട്. അതായത് ഓപ്പൺ കിച്ചൺ അല്ല, ഇത് ക്ലോസ്ഡ് കിച്ചൺ തന്നെയാണ്. ഈ കിച്ചണിന്റെ അവിടെ കയറുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു കബോർഡ് കാണാം.
കബോർഡ് നമുക്ക് ഷോക്കേസ് ക്രോക്കറി ഐറ്റംസും നമ്മുടെ ഗ്ലാസുകളും പ്ലേറ്റുകളും ക്രോക്കറി ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും പറ്റിയ നല്ലൊരു ഏരിയ ആണ് ഈ ഒരു കബോർഡ്. ഇത് രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. കിച്ചണിൽ നിന്നും ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് കയറുന്നത് ഇവിടെ ഈ ഒരു എൻട്രൻസിൽ കൂടിയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഡോർ ഒന്നും അവർ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചണിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ അല്ല, ഇച്ചിരി പ്രൈവസിയൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു കിച്ചണാണ് ഇഷ്ടം. നല്ല ഭംഗിയുള്ള ഒതുക്കമുള്ളൊരു കിച്ചണാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയും ഉള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഒരുപാട് മുകളിൽ മുതൽ താഴെ വരെയും നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് പ്ലഗ് പോയിന്റുകളും എല്ലാ രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോപ്പൊക്കെ വെക്കാനുള്ള ഒരു ട്രേ അഡീഷണലി ഇവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നത്. അതിനൊരു സ്പെസിഫിക് ഡോർ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡോർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ഏരിയയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗ മാത്രം യൂസ് ചെയ്യാതെ അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അടുപ്പും ഇങ്ങനെ വിറകൊക്കെ യൂസ് ചെയ്ത് കത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടുപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയൊരു വാഷ് ബേസിനുണ്ട്. വാഷ് ബേസിനും ഒരു സോപ്പ് ട്രേയും ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല വെന്റിലേഷനോട് കൂടിയാണ് ഇവിടുത്തെ ഈ വർക്ക് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഒക്കെ കടക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. കിഴക്ക് ദർശനം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് സൂര്യപ്രകാശം നല്ലോണം നമ്മുടെ ഈ വീടിനുള്ളിലേക്ക് കടക്കുകയും ചെയ്യും. കിച്ചണിന്റെ സൈഡിൽ, ഈ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കിച്ചണിന്റെ ഈ ബാക്ക് സൈഡിൽ നമുക്ക് തുണി നനയ്ക്കാനുള്ളൊരു ഏരിയ, തുണി നനയ്ക്കുന്ന ഒരു കല്ലും, അതുപോലെ നമുക്ക് ബാക്ക് സൈഡിൽ തന്നെ ഇപ്പം പുറത്ത് നിന്നിട്ടുള്ളൊരു ബാത്റൂം. ഇവിടെ ഇപ്പം ഗസ്റ്റിനാണെങ്കിലും അല്ലാണ്ട് ഒക്കെ ഉള്ളൊരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പുറത്ത് നിന്നുള്ളൊരു ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ബാത്റൂമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ സൈഡിൽ തന്നെയാണ് കിണർ വരുന്നത്. കിണർ വെള്ളവും അതുപോലെ തന്നെ ഇവിടെ പൈപ്പ് വെള്ളവും കിട്ടുന്നതാണ്. പൈപ്പ് കണക്ഷനും ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു വീട്. നമ്മുടെ ഈ ഒരു വീടിന്റെ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ മൊത്തത്തിലുള്ളത്. അതിൽ 2 ബെഡ്റൂമുകൾ ഇവിടെ താഴത്തെ നിലയിലും 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമാണ്. നമ്മൾ ഇവിടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതായിരിക്കണം ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. എല്ലാ രീതിയിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് ഡ്രസ്സിങ് ഏരിയയും കബോർഡും എല്ലാം വരുന്നത്. ബാത്റൂം ആണെങ്കിൽ തന്നെയും കംപ്ലീറ്റ്ലി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് അതിൻ്റെ അകത്ത്. നമുക്ക് കാണാം ബാത്റൂമിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ. നമ്മുടെ ഈ ഒരു റൂമിലെ കബോർഡിൻ്റെ ഒരു പ്രത്യേകത, നല്ല ഭംഗിയുള്ളൊരു വുഡൻ ഫിനിഷാണ്. മൊത്തത്തിൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക് മെറൂൺ കളർ കോമ്പിനേഷനിൽ വരുന്ന കബോർഡാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഈ ബാത്റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് കണ്ടിട്ട് തോന്നിയതെന്നല്ലോ, ഇവിടെ ബ്രഷിംഗ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്തിങ് ഏരിയ സെപ്പറേറ്റ്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മുടെ ടോയ്ലറ്റ് ഏരിയ. അവിടെ 3 തട്ടായിട്ടാണ് ഇവിടെ ബാത്റൂം ഏരിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ട്രേയും ബ്രഷ്, സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ടോയ്ലറ്ററീസ് ഒക്കെ വെക്കുന്ന ട്രേസും ഒക്കെ എന്തായാലും ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ യൂഷ്വലി നമ്മുടെ ബാത്റൂംസിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവം ഈ ഒരു ടോയ്ലറ്റിൽ കണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ കുളിക്കുന്ന ഭാഗത്തിന്റെ താഴത്തൊരു പോർഷൻ കരിങ്കല്ലിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഫുഡ് സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാലൊക്കെ നമുക്ക് കഴുകാനും അങ്ങനെ സ്ക്രബ് ചെയ്യാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ താഴത്തെ നിലയിലെ സ്റ്റെയർ കേസിന്റെ താഴത്തെ ഭാഗം നല്ല രീതിയിൽ അവർ ആ ഒരു സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെ ഇൻവെർട്ടർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലഗ് പോയിന്റും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ നമുക്ക് തന്നെ പിന്നീട് അത് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലൈബ്രറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പൂജാമുറി ആയിട്ടോ ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷെൽഫ് അറേഞ്ച്മെന്റ് ഇവിടെ
നമുക്ക് കാണാൻ പറ്റും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ഡോറ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പൂജാമുറിയായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. വാസ്തുവൊക്കെ നോക്കിയതിന് ശേഷം നമുക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പൂജാമുറി നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഷോക്കേസ് ഏരിയ ആയിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. താഴത്തെ നിലയിൽ നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടില്ലേ, അത് മാസ്റ്റർ ബെഡ്റൂം ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പാർട്ടീഷനും കഴിഞ്ഞ് നമ്മൾ ഈ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലായിട്ടാണ് ഈ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് അത്യാവശ്യം ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കിഡ്സ് ബെഡ്റൂം ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ്. ഇച്ചിരി നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെക്കാട്ടിയും ഇച്ചിരി ഒന്ന് സൈസ് കുറഞ്ഞൊരു ബെഡ്റൂമാണ്. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് എല്ലാം ഡ്രസ്സിങ് ഏരിയയും കബോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ടേബിളും ഇവിടെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു കുഞ്ഞു ബാത്റൂമാണ്. എങ്കിലും ഇവിടെയും നേരത്തെ ബാത്റൂമിൽ കണ്ട പോലെ തന്നെ സ്റ്റോറേജ് യൂണിറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്ക്രബിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയും പോർഷനും ഒക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസും ഒക്കെ ഈ ഒരു ടോയ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റെയർ കേസിന്റെ ഒരു ഭംഗി നോക്കുവാണെങ്കിൽ ആ വീടിന്റെ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് ഇതാണ്. ഈ ഒരു ഗ്ലോസി പെയിന്റ്, ഒരു ഫാൻസി പെയിന്റ് ഈ ഒരു വാളിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വാള് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഈ ഒരു വാൾ, ഇതിന്റെ ഒരു ടെക്സ്ചർ ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഇതിന്റെ ഈ റെയിലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് അലുമിനിയം ആണ്. നമുക്കപ്പോൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. നമ്മുടെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. അതുപോലെ തന്നെ 2 എക്സിറ്റുകളാണുള്ളത്. ഒരു എക്സിറ്റ് എന്ന് പറയുമ്പോൾ ബാൽക്കണിയിലേക്കാണ്, മറ്റേതൊന്ന് ടെറസിലേക്ക് പോകുന്ന ഒരു എക്സിറ്റ് ആണ്. 2 ഡോറുകളാണ് ഇവിടെ സൈഡിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 ബെഡ്റൂമുകളും, വലിപ്പമുള്ള 2 ബെഡ്റൂമുകളും, അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയയും നമുക്ക് ഈ ഒരു മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റും. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതും. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല വലിയ കബോർഡ്സും സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് നല്ല വലിയൊരു കബോർഡും, അതുപോലെ ചെറിയൊരു സൈഡ് ടേബിളും, അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ബെഡ്റൂമിൻ്റെ അകത്തുള്ള ബാത്റൂം നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയുള്ള ടൈൽസ് ആണ്. തറയിലാണെങ്കിലും അതെ, വോളിലാണെങ്കിലും അതെ, നല്ല ബ്ലൂ കോമ്പിനേഷൻ വരുന്ന നല്ല ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴത്തെ ബെഡ്റൂമുകളിൽ കണ്ടതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ, അതുപോലെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാത്റൂമിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ ബെഡ്റൂംസിലൊക്കെ കണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെയും ഉണ്ട്. നല്ലൊരു ഡ്രസ്സിങ് ഏരിയ, ഡ്രസ്സിങ് ടേബിളും കബോർഡും, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല കബോർഡും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതും നല്ല കളർ കോമ്പിനേഷനിലുള്ള ടൈൽസും ഇച്ചിരി കൂടെ വലിപ്പം കൂടിയ ഒരു ബാത്റൂമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ നിലയിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു നാച്ചുറൽ ലൈറ്റ് ഒക്കെ അകത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പെർഗോള അവിടെ ചെയ്തിട്ടുണ്ട്. പെർഗോള റൂഫ് ചെയ്തിട്ടുണ്ട്. അത് ടെറസിൽ നിന്നുള്ള നല്ല സൂര്യപ്രകാശമൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പെർഗോള സെറ്റപ്പാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ ഒരു ഡോർ എന്ന് പറഞ്ഞാൽ ടെറസിലേക്കുള്ളൊരു എക്സിറ്റ് ആണ്. നല്ല വലിപ്പമുള്ളൊരു ടെറസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വുഡൻ ഫിനിഷ് തോന്നിക്കുന്ന രീതിയിലുള്ള ടൈൽസ് ആണ് ഈ ഒരു ടെറസിൽ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ വെയിലൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ്. ഇവിടെ വാഷിംഗ് മെഷീനും ഒക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ തന്നെ തുണികളൊക്കെ അലക്കാനും ഉണക്കാനും ഒക്കെ ഉള്ളൊരു പ്രൊവിഷൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. നല്ലൊരു നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ. ഐസൊലേറ്റഡ് പ്ലേസ് ഒന്നുമല്ല, ചുറ്റിനും വീടുകളുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ ചുറ്റിനും കോമ്പൗണ്ട് വാളും തീർത്തിട്ടുണ്ട്. ഫ്രണ്ടിലും 3 ചുറ്റിനും ലോറി പോകുന്നത്ര വലുപ്പത്തിൽ ടാറിട്ട റോഡ് നമുക്ക് കാണാം. അതുപോലെ തന്നെ വീടിന് ചുറ്റും എല്ലാ ഭാഗത്തേക്കും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ട്രിവാൻഡ്രം RTO രജിസ്ട്രേഷന് കീഴിൽ വരുന്ന ഈ വീട് പ്രശസ്തമായ വെള്ളായണി ക്ഷേത്രത്തിന്റെയും വെള്ളായണി കായലിന്റെയും ഒക്കെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്.
5 സ്കൂളുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലും പോലീസ് സ്റ്റേഷനും പോത്തീസ് ഉൾപ്പെടെയുള്ള 3 ഹൈപ്പർ മാർക്കറ്റുകളും വെറും 10 മിനിറ്റ് ദൂരത്തിൽ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 10 സെൻറ് സ്ഥലത്ത് 2750 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും ചുടുകല്ലിൽ നിർമ്മിച്ച ഈ വീട് 1,65 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡീൽസ് വിത്ത് GK.